ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദിൽഷാദ് ഗാർഡൻ, അതായത് ഡൽഹി NCRലുള്ള ദിൽഷാദ് ഗാർഡനിലെ ഒരു ഫ്ലവർ പൂക്കടയാണ്. ഇവിടെ ഫുൾവാലി ഗലി എന്നാണ് നമ്മളിതിന് എല്ലാവരും പറയുന്നത്. ഫുൾവാലി ഗലി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ് ഇവിടെ. എന്താ അവർക്ക് ഈ ഏരിയയിൽ നിറച്ച് പൂക്കൾ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഫുൾവാലി ഗലി എന്ന് പറയുന്നത് അതിനെ. ഇവിടെ ക്ഷേത്രങ്ങളിലേക്കും മറ്റേ ആവശ്യങ്ങൾക്കും വിവാഹ ആവശ്യങ്ങൾക്കും ആയിട്ട് എല്ലാ പൂക്കളും ഇവിടെ ലഭ്യമാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഫുൾ गाजीपुर से आते हैं। और क्या क्या बनाते हो? सारा बनाते हैं, गजरा, जयमाला, बुक्के भी बनते हैं. അവർ പറയണത് ഗാജിപൂർ മണ്ടി എന്ന് പറഞ്ഞൊരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് ഈ പൂക്കൾ വരുന്നത്. മുല്ലമാല, പലതരത്തിൽ റോസപ്പൂ വെച്ചിട്ടുള്ള മുല്ലമാലയുണ്ട്, അല്ലാണ്ടുള്ള മുല്ലപ്പൂ പൂക്കളുണ്ട്. അത് കഴിഞ്ഞിട്ട് കല്യാണ ആവശ്യത്തിനുള്ള വധൂവരന്മാർക്കുള്ള ജയമാല എന്നവിടെ പറയും അതിന്, വരണമാല്യം. നമ്മുടെ മലയാളത്തിൽ പറയുന്ന വരണമാല്യം, അതും ഇവിടെയുണ്ട്. പിന്നെ പൂജ ആവശ്യങ്ങൾക്കുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ പൂക്കളുണ്ട്. അതിൽ പല കളറ് വരുന്നുണ്ട്. ഈ കൊനക്കാനാകുമ്പോഴത്തേക്ക് ഗേന്ദ, മാരിഗോൾഡ്, പല കളറിലുള്ള ഇതായിട്ട് ഇട കലർത്തി അവർ ചെയ്യും. ഇതാണ് അവരുടെ കടയുടെ പേര്. പലതരത്തിലുള്ള റോസുകൾ, ഇതൊക്കെ പൂജാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമ്മളിത് കൂടെ എന്നും ജോലിക്ക് പോകുന്നതും വരണതുമാണ്. അപ്പം നമ്മൾ എന്നും ശ്രദ്ധിക്കുന്നൊരു സ്ഥലമാണത്. മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഇവിടെ. ഈ മാലയൊക്കെ കണ്ടാൽ നല്ല ഭംഗിയാണ്. ഇത് അയ്യപ്പൻ്റെ ഫോട്ടോ, ദേവീദേവന്മാരുടെ ഫോട്ടോസിനും പ്രത്യേകതരം മാലകളും പൂക്കളും ഒക്കെ ഇവിടെയുണ്ട്. പല നീല കളറിൽ. ഇതാണ് വധൂവരന്മാർക്കുള്ള ജയ്മാല എന്ന് ഇവിടെ ഇവർ പറയുന്നത്. ഇങ്ങനെയാണ് അവരുണ്ടാക്കുന്നത് കല്യാണ ആവശ്യങ്ങൾക്ക്. പൂജയ്ക്കുള്ള നമ്മുടെ കൂവളത്തിൻ്റെ ഇല എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് എന്തെങ്കിലും പറ്റില്ല, നമുക്കൊരു പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ചെന്നാൽ ഇവിടെ വന്ന് കിട്ടും. ഇവിടെ ഉണ്ട് മാവിൻ്റെ ഇല, ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഈ മാലയുടെ പേര്, ഈ വെള്ള കളറിലുള്ളവർ പറയുന്നത് രജനീഗന്ധ എന്നാണ് പറയുന്നത്. ഇത് ഡെക്കറേഷൻ ഉപയോഗിക്കുന്നതാണ്. कितने साल से अभी यहाँ कर रही हैं? ये हो गए 90 साल हो गए. अच्छा, तब से इधर ही है. अच्छा, അവർ പറയുന്നത് 3 തലമുറയായിട്ട് ഇവരുടെ ആൾക്കാർ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ ജനറേഷനാണ് ഇവർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ അത്രയും കാലങ്ങളായിട്ട് 90 വർഷങ്ങളായിട്ട് അവരിവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ സ്ഥലത്ത്. നമ്മളിവിടെ വന്ന് കാണുമ്പോൾ ഒക്കെ ഇവർ 2 സൈഡിലും ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് അവർ. നമുക്ക് ആവശ്യമുള്ള പൂക്കളും പൂജയ്ക്ക് വരുന്നതും ഇവിടെ അയ്യപ്പ പൂജ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ വീട്ടിലായാലും ചെറിയ ചെറിയ ആഘോഷങ്ങൾക്കൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പൂവ് വാങ്ങാറ്. ഇത് പറയുന്നത് അയ്യപ്പൻ്റെ അമ്പലം, ഇവിടെ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട്. അത് തുടങ്ങണേക്കാൾ മുന്നേ ഉള്ളതാണ് ഇവരെന്ന്. 3 രൂപയ്ക്കാണ് അന്ന് പോയിരുന്നത് മാല അന്ന്. പിന്നെ അതിൻ്റെ വില അതിക്കിത്തിനേക്കായി മാല, ഇതിൻ്റെ വില 100 രൂപയാണ്. ഇവർക്ക് സ്ഥിരമായിട്ട് വീടുകളിൽ, അതുമാതിരി അമ്പലങ്ങളിൽ, ഇവിടെ കുറേ അമ്പലങ്ങളുണ്ട്. ഇവരടുത്ത് താമസിക്കുന്നവിടെ തന്നെ ഇഷ്ടംപോലെ അമ്പലമുണ്ട്. അമ്പലങ്ങളിലേക്കാണ് സ്ഥിരമായിട്ട് പോകുന്നത്. ഞാൻ വിചാരിക്കാറുണ്ട് ഇത്രയും മാല അവർക്ക് ഒരു ദിവസം എങ്ങനെ പോകുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്.
ഇവർക്ക് സ്ഥിരമുള്ള ഇത്രയും വർഷങ്ങളായിട്ട് അത് ചെയ്യണത് കൊണ്ട് ഇവർക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിൽ നിറച്ച് റോസയാണ്, നോക്കുക വെച്ചാൽ പെട്ടി നിറച്ച് റോസപ്പൂവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ പൂക്കൾ പരിചയപ്പെടുന്നത്. ഇത് ജർമ്മനിയിൽ നിന്ന് അവർ ബൈ പ്ലെയിനിൽ വരുന്ന പൂക്കളാണ്, ഓർക്കിഡാണ്. ഇതൊക്കെ ജർമ്മനിയിൽ നിന്ന് അവർ വരുത്തുന്നതാണ്. ഈ പാക്കറ്റ് നിറച്ച് പൂവാണ് അവരെടുത്ത് കാണിച്ചതാണിത്. പിന്നെ അവരുടെ താമരയുണ്ട്. क्या बोलते हैं इसको? बेबी डॉल? डॉल? बेबी डॉल जिप्सो भी बोल देते हैं इसको. जिप्सो. ഇതൊരു വെറൈറ്റി പൂവാണ്. ജിപ്സോ എന്നും പറയുന്നുണ്ട്, ബേബി ഡോൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് മുടിയിൽ വെക്കണതാണ്. ഇതും ഇമ്പോർട്ടഡ് ആണ്, ജർമ്മനിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഇതിൽ ഇവിടെ കാണുന്നത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ലോക്കലായിട്ട് ഇവിടെ ഡൽഹിയിൽ നിന്ന് തന്നെ വരുന്ന പൂവാണത്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് വിരിഞ്ഞ പോലെയുണ്ട്, അത് കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഇനി നല്ലൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. അപ്പോൾ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.